ഇത് ഈ ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാര്യം പാലസ്തീനും ഇസ്രായേലുള്ള പ്രശ്നമാണല്ലോ. അത് വർഷങ്ങളായി, വിശേഷിച്ചും ഐക്യരാഷ്ട്ര സംഘടന പാലസ്തീനെയും ഇസ്രായേലിനെയും കൂടെ ഒന്നിച്ച് സൃഷ്ടിച്ചത് ഇതുവരെ നടപ്പിലായിട്ടില്ല. ഇസ്രായേലുണ്ട്, പാലസ്തീനില്ല. ഇതാണ് ഒരു ഫണ്ടമെൻ്റൽ പ്രോബ്ലം. അത് പല യുദ്ധങ്ങളിലേക്ക് നയിച്ചിട്ടുണ്ട്. പക്ഷേ ഒക്ടോബർ 7-ാം തീയതി ഹമാസ് നടത്തിയ ആക്രമണം കാരണം ഇസ്രായേൽ വളരെ ശക്തമായി തിരിച്ചടിച്ചു. അപ്പോൾ ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ നടത്തുന്ന ഭീകരമായ പ്രവർത്തനങ്ങൾ നിർത്തുക എന്നുള്ളതായിരുന്നു ലോകത്തിൻ്റെ ആവശ്യം. അതുകൊണ്ട് പലതരത്തിലും ഇസ്രായേലിൽ പ്രഷറൈസ് ചെയ്യുന്നുണ്ട് എല്ലാ രാജ്യങ്ങളും. കാരണം ആളുകൾ കൊല്ലുകയല്ലേ, 30,000 ആളുകൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും ദിവസവും ആളുകൾ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫോക്കസ് വാസ് ഇസ്രായേലിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുക, അറ്റ്ലീസ്റ്റ് ആളുകളെ വധിക്കാതിരിക്കുക, അവർക്ക് ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളതായിരുന്നു ലോകത്തിൻ്റെ അജണ്ട. അപ്പോൾ അതിൻ്റെ ഭാഗമായി പലരും ഇസ്രായേലിനെ പ്രഷറൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇറാൻ ആദ്യം ആക്രമിക്കുമെന്ന് പറയുകയും ആദ്യം ഷിപ്പ് പിടിച്ചെടുത്തു, പിന്നെ ഒരു ആക്രമണം നടത്തിയത്. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ പ്രശ്നത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. ഇതൊരു പ്രത്യേക യുദ്ധമല്ല. ഇറാൻ പെട്ടെന്നൊരു യുദ്ധം തുടങ്ങിയതല്ല. ഇറാൻ എല്ലാ കാലത്തും പാലസ്തീനിയൻസിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. മറ്റ് പല അറബ് കൺട്രികളും സപ്പോർട്ട് ചെയ്യാത്ത സ്ഥലത്ത് ഇറാൻ, ഒരു ഷിയ രാജ്യം, പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ശരിക്കും പാലസ്തീൻ്റെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് സപ്പോർട്ടേഴ്സ് അവരാണ്. അപ്പോൾ ഇതിന് പുറകിലുള്ളത് ഇസ്രായേലിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുക, യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അല്ലാതെ പലരും വിശ്വസിക്കുന്ന പോലെ ഒരു ഓൾ ഔട്ട് വാർ ഉണ്ടാകാൻ പോകുന്നു, ലോകമഹായുദ്ധം ഉണ്ടാകാൻ പോകുന്നത് പോലെ ഞാൻ വിശ്വസിക്കുന്നില്ല. അവർ ഇസ്രായേലിനെ പ്രഷറൈസ് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ അവർക്ക് ശരിക്കും അമേരിക്കയുടെ സപ്പോർട്ടും കൂടെ ഉണ്ട്. അമേരിക്കയും സീസ് ഫയർ വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ അമേരിക്കയും ഇസ്രായേലിനോട് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇറാനും കൂടെ കുറച്ചും കൂടി പ്രഷറൈസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സെക്യൂരിറ്റി കൗൺസിലിൻ്റെ റെസൊല്യൂഷനുണ്ട് യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രഷർ ടാക്റ്റിക്കായിട്ടാണ് ഇറാൻ ഇത് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അമേരിക്കയും അങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ട് അമേരിക്ക ഉടനെ, ഇസ്രായേൽ പോലും പറയുന്നത് ഞങ്ങൾ വേറൊരു സമയത്ത് ഞങ്ങൾ പ്രതികരിച്ചോളാം എന്നാണ്. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ വേണം നമ്മളിത് കാണാൻ. ഇതൊരു പുതിയ യുദ്ധം വരുന്നുവെന്നോ അല്ലെങ്കിൽ പശ്ചിമേഷ്യ മുഴുവനും ഇത് പടരുമെന്നോ ലോകമഹായുദ്ധമാണെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഇതൊരു പ്രഷറൈസിങ് ആസ്പെക്റ്റാണ്. പിന്നെ നമ്മൾ ഓർക്കാനുള്ളത്, ഇറാനും അമേരിക്കയും തമ്മിൽ എപ്പോഴും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് പലപ്പോഴും. ഇപ്പോൾ ഇറാൻ്റെ ആണവ കരാർ അമേരിക്ക ആദ്യം വിട്ടുകഴിഞ്ഞു. പിന്നത്തെ കരാർ ഉണ്ടായിട്ടില്ല. ഉണ്ടാക്കണമെന്നാണ് ഇറാൻ്റെ ആഗ്രഹം. കാരണം അവരുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ മോശമാണ്. അപ്പോൾ അമേരിക്കയുടെ സാങ്ഷൻസ് ഉള്ളത് കൊണ്ട് അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അവരെന്തെങ്കിലും ചെയ്താൽ ഈ സാങ്ഷൻസ് കൂടുതൽ ശക്തമാവും. അപ്പോൾ ഇറാൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇതൊരു കണക്ക് കൂട്ടി അമേരിക്കയുടെ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അമേരിക്കയ്ക്ക് വലിയ വിരോധമില്ലാത്തൊരു കാര്യമാണ് ഇവരിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടന ആവശ്യപ്പെടുന്നത് ഇസ്രായേലിനെ കൊണ്ട് ജയിക്കാനുള്ള ഒരു ബലപ്രയോഗം എന്ന് ഇത് തന്നെയാണ് കാണുന്നത്. അത് അമേരിക്കയും പറഞ്ഞു കഴിഞ്ഞു. അവരത്ര അതിനകത്ത് അങ്ങനെ ഒരു കാര്യമായിട്ട് അത് എടുക്കുന്നില്ല. പക്ഷേ യുദ്ധം ഉണ്ടാകാൻ പാടില്ല, അവരുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു അലാമിസ്റ്റ് ഇവിടെ വലിയ യുദ്ധം ഉണ്ടാകാൻ പോകുന്നുള്ള പലരും പറയുന്നുണ്ടെങ്കിലും എനിക്കതിൽ ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു ഇസ്രായേൽ ഇറാൻ വാർ വരുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഉണ്ടായാൽ വളരെ സീരിയസ് ആണ്. അപ്പോൾ അമേരിക്ക സൈഡ് എടുത്താലേ പറ്റുള്ളൂ. അപ്പോൾ അമേരിക്ക ഇറാനുമായിട്ട് വാർ ഉണ്ടാകാനുള്ള സ്ഥിതി നമുക്കറിയാവുന്നുള്ളൂ. ഇറാൻ ഒരുപാട് അതിനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇറാൻ അത് ചെയ്തിട്ടില്ല, അമേരിക്കയും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു യുദ്ധമായി മാറുകയാണെങ്കിൽ അത് പശ്ചിമേഷ്യക്ക് മാത്രമല്ല ലോകത്തിന് വലിയ അപകടമാകും. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതിനെ കാണേണ്ടത് ഇസ്രായേലിനെ പ്രഷറൈസ് ചെയ്ത് ഗാസയിലെ ആക്രമണം നിർത്തുക എന്നുള്ളതാണ് ഉദ്ദേശം. അതാണെങ്കിൽ ഇത് ഒരു തെറ്റായ നടപടിയല്ല.